ഒരിക്കൽ ഭാരതത്തിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നായ ബ്രഹ്മസമാജത്തിൻ്റെ നേതാവ് കേശവചന്ദ്ര സേനനുമായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ഒരു സംഭാഷണം നടന്നു. ഈ യഥാർത്ഥ ജ്ഞാനം വരുന്നത് വരെയുള്ളൂ ഈ സംഘടനയും പ്രസ്ഥാനങ്ങളുമെല്ലാം. അതായത് യഥാർത്ഥ ജ്ഞാനം വരുന്നത് വരെയാണ് ഭാര്യ, മക്കൾ, കുടുംബം, സ്ഥാനമാനങ്ങൾ, ജോലി, ഈ യഥാർത്ഥ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും പ്രസക്തിയില്ലാതാകും. അതുവരെയും പാകമാകാത്ത ഞാൻ എന്നാണ് പറയുക. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ, അതായത് സംഘടന, സ്ഥാനമാനങ്ങൾ, പവർ, ഇങ്ങനെ തുടങ്ങുന്ന സകലമാന അഭിമാനങ്ങളും കൊണ്ടു നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് പാകമാകാത്ത ഞാനാണ്. ഇനി പാകമായ ഞാൻ ഉണ്ട്. പാകമായ ഞാൻ എന്ന് പറയുന്നത് ഇതിലൊന്നും പ്രസക്തിയില്ലാതാണ്. അതാണ് പാകമായ ഞാൻ. ആ പാകമായ ഞാൻ വരുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം. ഇതാണൊരു സംഘടനാ നേതാവിന് ശ്രീരാമകൃഷ്ണദേവൻ നൽകിയ ഉപദേശം. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ കേശവചന്ദ്ര സേനുമായിട്ടുള്ള നിരന്തര സംഭാഷണങ്ങൾ പലയിടത്തും ധാരാളമായിട്ടുണ്ട്. വചനാമൃതത്തിൻ്റെ വായനയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഇങ്ങനെയുള്ള കുറേ അറിവുകളാണ്.